അങ്ങനെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അതെ, നന്ദി ഡോക്ടർ തോമസ് ജോർജ് കെ. ഇതിൽ അദ്ദേഹം പറഞ്ഞ ചിരട്ടയുടെ ഉപമ, ചിരട്ടയിൽ നിന്ന് ഒരു വ്യാവസായിക വികസനത്തിൻ്റെ തുടക്കം നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ചിരട്ട എന്ന് പറയുന്നത് ഒരു നാളികേരത്തെ 2 കഷ്ണങ്ങളാക്കുകയും അതിലെ വെള്ളം നമ്മൾ കുടിക്കുകയും അതിലെ കാമ്പ് നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയോ വെളിച്ചെണ്ണയാക്കി മാറ്റുകയോ ചെയ്ത് ഉപേക്ഷിക്കപ്പെടുന്ന, വലിച്ചെറിയപ്പെടുന്ന ഒന്നിനെ ഒരു വ്യാവസായികമായിട്ടുള്ള മുന്നേറ്റത്തിൻ്റെ ഒരു അസംസ്കൃത വസ്തുവായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് നമ്മളുടെ വീടിൻ്റെ പരിസരങ്ങളിൽ തന്നെയുള്ള ചില വ്യക്തികളുണ്ട്. ഇപ്പോൾ വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഈ പറയുന്ന രീതിയിൽ ആരും വിചാരിക്കാത്ത ഒന്നിനെ എടുത്ത് അതിൽ നിന്നൊരു വ്യാവസായിക സംരംഭമാക്കി മാറ്റി മുതലാളിയായിട്ട് മാറുന്ന പ്രക്രിയയ്ക്ക് പല ഘട്ടങ്ങളിലും നമ്മൾ സാക്ഷികളാണ്. ഇതിനെയാണ് വിഷൻ എന്ന് പറയുന്നത്. ഈ വിഷനെ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഒരു ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വിഷണറി ആയിട്ടുള്ള ഒരു സമീപനം ഉണ്ടാവുക എന്നുള്ളതാണ് കേരള വിഷൻ ന്യൂസ് മുന്നോട്ട് വയ്ക്കുന്ന ഈ കോൺക്ലേവിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അത് കക്ഷിരാഷ്ട്രീയ ഭരണ പ്രതിപക്ഷ ഭേദങ്ങൾക്ക് അതീതമായിട്ട് 5 വർഷം കഴിയുമ്പോൾ നമ്മൾക്ക് ഏത് രീതിയിലുള്ള വികസനം നമ്മളുടെ ജില്ലയിൽ ഉണ്ടാവണം, അതിന് ഏതൊക്കെ രീതിയിൽ കണ്ണടച്ചിരുന്ന് സ്വപ്നം കാണുകയും കണ്ണു തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് നമ്മൾ കരുതുന്നത്. ഈ വിഷൻ കോൺക്ലേവ് നമ്മൾ തുടങ്ങിയെങ്കിലും ഇത് ഔപചാരികമായിട്ട് വൈകിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടിയാണ്. പക്ഷേ ഒന്നും ഉദ്ഘാടനത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെടരുത്. വ്യാവസായിക വികസനത്തിൻ്റെ കാര്യം, ഏത് വികസനത്തിൻ്റെ കാര്യവും അതിൻ്റെ ഔപചാരികതയ്ക്ക് വേണ്ടി മാറ്റിവെക്കരുത്. ഈ നിമിഷം ആലോചിച്ച് നിൽക്കാതെ നേരെ തുടങ്ങുക, അതിനുശേഷം അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുക എന്നതുകൊണ്ടാണ് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. നമ്മൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പാലക്കാട് ജില്ലയിലെ വ്യാവസായിക വികസനത്തെക്കുറിച്ച് 4 പേരും സംസാരിച്ചു കഴിഞ്ഞു. ഒരാൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ മറ്റൊരാൾക്ക് അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതുകൂടി പറയാമായിരുന്നല്ലോ, അത് വിട്ടുപോയല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാവും. അത് നോട്ട് ചെയ്തു വെക്കുക. എല്ലാ വിഷയവും കഴിഞ്ഞതിന് ശേഷം ക്രോഡീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന അവസരം വരുമ്പോൾ അങ്ങനെ സൂചിപ്പിക്കാനുള്ളത് സൂചിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾക്കിനി ആരോഗ്യ മേഖലയിലേക്ക് കടക്കാം. ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒന്നാണ്. വ്യാവസായിക മേഖല എന്ന് പറയുമ്പോൾ സാധാരണ ജനത്തിന് അത് അവരെ ബാധിക്കുന്ന ഒന്നല്ല എന്നൊക്കെ ചിലർ തെറ്റിദ്ധാരണ കൊണ്ട് വിചാരിച്ചേക്കാം. പക്ഷേ ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ ഇത് എന്നെ ബാധിക്കുന്നതാണ് എന്ന് ഒന്ന് ചുമച്ചുകൊണ്ടെങ്കിലും ഓരോ വ്യക്തിയും പറയും, ഈ മഴക്കാലത്ത് പ്രത്യേകിച്ചും. അതുകൊണ്ട് ആരോഗ്യ മേഖലയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. പാലക്കാട് ജില്ലയുടെ ആരോഗ്യം, പാലക്കാട് ജില്ലയുടെ കൂടി ആരോഗ്യമാണല്ലോ ആരോഗ്യത്തിൻ്റെ വികസനം എന്ന് പറയുന്നത്. അത് അവിടുത്തെ ജനതയുടെ ആരോഗ്യം ഒരു ജില്ലയുടെ കൂടി ആരോഗ്യമായിട്ട് മാറുന്നു. DCC സെക്രട്ടറി ശ്രീ രാമേന്ദ്രൻ, അങ്ങ് ഏത് രീതിയിലാണ് ആരോഗ്യ മേഖലയിൽ പാലക്കാട് ജില്ല 2030 ആകുമ്പോൾ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നത്? ആരോഗ്യ മേഖല ICUവിൽ നിന്നൊന്ന് പുറത്തെടുക്കണം. നമുക്ക് ICUവിലായിരിക്കുകയാണ് ഇപ്പോൾ. ICUവിൽ നിന്നും പുറത്തെടുത്ത് അതിനെ കേരളം നമ്പർ 1 ആരോഗ്യ മേഖലയിൽ എന്നാണ് നമുക്ക് പറയാറുള്ളത്. അതിലേക്ക് തന്നെ എത്തിക്കണം. കാരണം ആരോഗ്യ മേഖല എന്ന് പറഞ്ഞ 2 ഘടകങ്ങളാണ്. അതിൽ 2ആയിട്ടാണ് നോക്കുന്നത്. ഒന്ന് പ്രതിരോധ മേഖലയായിട്ടും മറ്റൊന്ന് ചികിത്സാ രീതിയായിട്ടുമാണ് ആരോഗ്യ മേഖല പ്രവർത്തിച്ചു വരുന്നത്. നമ്മുടെ PHCകൾ ഇപ്പോൾ ഫാമിലി ഹെൽത്ത് സെൻ്ററായി മാറി. ആ പ്രൈമറി ഹെൽത്ത് സെൻ്റർ ആയിട്ടുള്ളത് പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. അവിടെ ജനങ്ങളെ അവെയർ ചെയ്ത് അവരെ ബോധവൽക്കരിച്ച് അതിലൂടെ അവർക്ക് ശുചിത്വത്തെക്കുറിച്ചും മറ്റു മരുന്നുകളെക്കുറിച്ചും ഒക്കെ ബോധമുണ്ടാക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് ഇത് PHC വർക്ക് ചെയ്തത്. താലൂക്ക് ആശുപത്രി തൊട്ട് അങ്ങോട്ട് മുകളിലോട്ട് മെഡിക്കൽ കോളേജ് വരെയുള്ളത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ രംഗങ്ങൾ 2 നോക്കുന്ന സമയത്ത് PHC ഇപ്പോൾ ഫാമിലി ഹെൽത്ത് സെൻ്ററായി നിറം മാറി. അതിനപ്പുറത്തൊന്നും അതിന് നടന്നില്ല. അതുപോരല്ലോ, അവിടെ നമുക്ക് നടത്താവുന്ന ബോധവൽക്കരണം അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ നോക്കുക, നമ്മുടെ റോഡരികിൽ അതുപോലെ തന്നെ ആശുപത്രിയുടെ പരിസരത്ത് പോലും ചവറുകൾ കൂട്ടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നില്ലേ? നമ്മളൊരു ആത്മപരിശോധനയാണ് ഞാനടക്കമുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം. അത്തരം കാര്യങ്ങളൊന്നും മാറണ്ടേ? ഒരാരോഗ്യം എന്ന് പറഞ്ഞാൽ അതിൽ ബേസിക് ആയിട്ടുള്ള ശുചിത്വമാണ്. ശുചിത്വത്തിലൂടെ ആരോഗ്യം ഉണ്ടാക്കാൻ സാധിക്കൂ. നമുക്ക് ആരോഗ്യം ഒരു ആശുപത്രിയിൽ പോയി നല്ല ചികിത്സ കിട്ടുന്നതിനേക്കാൾ ബെറ്റർ ആശുപത്രിയിലേക്ക് പോകാതിരിക്കാവുന്ന ആരോഗ്യസ്ഥിതി നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നതായിരിക്കണം ആരോഗ്യ മേഖല ചിന്തിക്കേണ്ടത്. കാരണം ഏതെങ്കിലും രോഗം നമുക്ക് പലപ്പോഴും പല സാഹചര്യങ്ങളിൽ വന്നിരിക്കാം, അതിന് ചികിത്സ കിട്ടുമായിരിക്കാം. പക്ഷേ രോഗം വരാതിരിക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ വരുന്നെങ്കിൽ അതിൽ ഏറ്റവും നല്ല ഹെൽത്ത് അത് കിട്ടാൻ നമുക്ക് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ പാലക്കാട് ഇപ്പോൾ ജനറലായിട്ട് നോക്കിയാൽ മെഡിക്കൽ കോളേജ്, ഒരു ജില്ലാ ആശുപത്രി, സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായിട്ട് പ്രത്യേകം ഒരു ആശുപത്രി,
ആ ആശുപത്രിയുടെ പ്രത്യേകത അറിയാമോ? വിമൺസ് ആൻഡ് ചിൽഡ്രൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ പ്രസവം നടക്കുന്ന ഒരു ആശുപത്രി അതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന ഒരു ആശുപത്രിയാണ് ഈ ആശുപത്രി. ഇതിലൊക്കെ തന്നെ ഉള്ളത് ആ ആശുപത്രി നിങ്ങളൊക്കെ മീഡിയക്കാരും കൂടി ഒന്ന് കാണേണ്ടതായിരുന്നു. ഒരു 6 മാസം മുൻപ് അത് ഏറ്റവും പഴക്കമേറിയ കെട്ടിടത്തിലായിരുന്നു അത് ഉണ്ടായിരുന്നത്. പഴക്കമേറിയ കെട്ടിടം എന്ന് പറയുമ്പോൾ ഭീതിയല്ലേ ഇപ്പോൾ ഉണ്ടാവുന്നത്? ഇപ്പോൾ അതിനകത്ത് പോകുന്ന ആൾ ജീവനോടെ വരുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് കൊണ്ട് അവിടെ എത്തുന്നു. പക്ഷേ ഇപ്പോൾ ആ ആശുപത്രിക്ക് കായകൽപ്പം അവാർഡ് കിട്ടി. കായകൽപ്പം പറഞ്ഞാൽ നമ്മൾ ശരീരം മുഴുവൻ തന്നെ ഒന്ന് ചികിത്സ നടത്തി അതൊന്ന് ആരോഗ്യമാക്കുന്നതാണ് കായകൽപ്പം എന്ന് പറയുന്നത്. ആ കായകൽപ്പം അവാർഡ് വുമൺസ് ആൻഡ് ചിൽഡ്രൻ ആശുപത്രിക്ക് കിട്ടി. അതിൽ ആരോടാണ് നമ്മൾ നന്ദി പറയേണ്ടതെന്ന് അറിയാമോ? ഒന്ന് പാലക്കാടിലെ ജേസിസ്, മറ്റൊന്ന് ശോഭ സിറ്റിയുടെ TNC മേനോൻ. അദ്ദേഹം 10 ലക്ഷം രൂപയുടെ വർക്കാണ് അവിടെ ചെയ്തു കൊടുത്തത്. ജേസിസ് അതുപോലെ ഏകദേശം 8-9 ലക്ഷം രൂപയുടെ വർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾ പുനർജനി എന്ന് പറഞ്ഞാൽ അവർക്കൊരു വിങ്ങുണ്ട്, അതിലൂടെ വന്ന് ഈ പെയിൻ്റ് അടിക്കുന്നതിന് വരെ സഹായിക്കാൻ നിന്നു. അങ്ങനെയൊക്കെ നിന്ന് അത് ഏറ്റവും നല്ല ശുചിത്വമുള്ള ഒരു വിങ്ങായി മാറിയതിൻ്റെ പേരിലാണ് അതിന് ഈ അവാർഡ് കിട്ടിയത്. പക്ഷേ അവിടെയുള്ള തൂപ്പുകാരൻ തൊട്ട് ആശുപത്രി സൂപ്രണ്ട് വരെ പലരുടെ മുന്നിലും ഭിക്ഷാടനം നടത്തുകയായിരുന്നു. അങ്ങനെയാണത് നന്നായത്. ആ അവസ്ഥ വയ്യല്ലോ. അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഭിക്ഷാടനം നടത്തി ഉണ്ടാക്കുക എന്നുള്ളതല്ല വേണ്ടത്. അതിന് കിട്ടേണ്ടുന്ന ഫണ്ടുകൾ യഥാസമയം കിട്ടണം. ഒന്ന്, അതോടൊപ്പം തന്നെ അതിൽ നല്ലൊരു ഫണ്ടുണ്ടായിരുന്നു. 3 കോടി രൂപ 3 വർഷം മുൻപുണ്ടായിരുന്നു. ഓൺ ഫണ്ട്, ആശുപത്രിക്ക് ഓൺ ഫണ്ട് ഉണ്ട്. അത് എവിടുന്നാണ് കിട്ടുന്നറിയാമോ? നമ്മൾ വെറുതെ 5 രൂപ കൊടുത്ത് OP ടിക്കറ്റ് എടുക്കുന്നതിലല്ല. പകരം നമ്മുടെ ഇൻഷുറൻസ് പദ്ധതി അനുസരിച്ച് അവിടെ പോകുന്നുവെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി ഏത് ആശുപത്രിയിൽ നിന്നാണോ ചികിത്സ നടത്തിയത് അവിടെ കൊടുക്കുന്നതാണ് ആ പൈസ. ഒന്ന്, അതിൽ ആരോഗ്യ കിരൺ 18 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ചികിത്സയാണ്. അതിന് കാശ് കൊടുക്കും. അതിനു പുറമെ ജനനി യോജനയൊന്നുണ്ട് സ്ത്രീകളുടെ പ്രസവത്തിന്. ഓർഡിനറി നോർമൽ പ്രസവമാണെങ്കിൽ 6000 രൂപ, സിസേറിയൻ ആണെങ്കിൽ 12000 രൂപ നാഷണൽ ഹെൽത്ത് മിഷനിൽ നിന്ന് കിട്ടും. ഇത് കിട്ടുന്ന കാശ് മുഴുവൻ ഈ ആശുപത്രി ഫണ്ടാണ്. അങ്ങനെ വന്ന ഫണ്ട് 3 കോടി രൂപ. പക്ഷേ അവിടെയുള്ള ജീവനക്കാർ പറയുന്നു ഇപ്പോൾ അത് 20 ലക്ഷമേ ഉള്ളൂ. കാരണം അവിടുത്തെ ഫോംസ് ഇല്ല, പ്രിൻറ്റിങ്ങിന് സ്റ്റേഷനറി ഒരു സാധനം കുറേ കാലമായിട്ട് കിട്ടാറില്ല. അത് കിട്ടാത്തത് കൊണ്ട് 25 ലക്ഷം രൂപ ഗ്രാമലക്ഷ്മി മുദ്രാലയം സർക്കാരിൻ്റെ തന്നെ ഒരു പ്രിൻറ്റിങ് സംവിധാനമാണ്, അവിടെ കൊടുത്ത് 25 ലക്ഷം രൂപയാണ് ഒരു കൊല്ലം ചിലവാക്കുന്നത് അവരിന്ന്. അതോടൊപ്പം വാട്ടർ ചാർജ് 6 ലക്ഷം രൂപ 2 മാസം കൂടുമ്പോൾ അടയ്ക്കുന്നു. അത് ഇതിൽ നിന്നാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ അവിടെ തൂപ്പുകാരും സെക്യൂരിറ്റിക്കാരും 50 പേരുണ്ട്. ഇവർ രണ്ടുപേരും കൂടിയിട്ട് താൽക്കാലിക ജീവനക്കാരാണ്. അവരുടെ ശമ്പളം ഈ ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു ആരോഗ്യ മേഖല പോകാൻ കഴിയുമോ എക്കാലവും? അത് പറ്റില്ലല്ലോ. അതിന് ഫണ്ട് അലോക്കേഷൻ തന്നെ വേണം. അത് നമ്മുടെ ബഡ്ജറ്റ് പ്രൊവിഷൻ ഉണ്ടായിരിക്കണം. ബഡ്ജറ്റ് പ്രൊവിഷനിലൂടെ വരണം. പിന്നെ നമ്മുടെ മെഡിക്കൽ കോളേജ് ആണെങ്കിൽ മെഡിക്കൽ കോളേജിനെ കുറിച്ചുള്ള ഒരു സങ്കല്പം നമുക്കെന്ന് പറഞ്ഞാൽ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ അവർക്ക് എന്ത് അസുഖം വന്നാലും ആ അസുഖത്തിന് അവിടേക്ക് ഓടിച്ചെല്ലാം ഉള്ള അവിടെ ചികിത്സ കിട്ടുമെന്ന പ്രതീക്ഷയാണ്. പാലക്കാട് അത് കിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് ഒരു മൈനർ ഓപ്പറേഷൻ തുടങ്ങിയത് ചിലത്. നമുക്കൊരു മെഡിക്കൽ കോളേജ് സാധാരണ റോഡ് ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ ആക്സിഡൻറ്റിലുള്ള ആളെ അടുത്ത മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോകുക. കാരണം അവിടെ ഏത് തരത്തിലുള്ള ചികിത്സയും കിട്ടും. പക്ഷേ പാലക്കാട് അത് കിട്ടില്ലല്ലോ. രാത്രി ഒട്ടും കിട്ടില്ല. അത് വീണ്ടും ജില്ലാ ആശുപത്രിക്കോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ തൃശ്ശൂരിലേക്കോ ഒക്കെ റെഫർ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ്. അങ്ങനത്തെ ഒരു മെഡിക്കൽ കോളേജ്, ഒരു കെട്ടിടമല്ല നമുക്ക് ആവശ്യം. അതിനകത്ത് അതിൻ്റെ ജീവൻ, അതിലെ ഡോക്ടർമാരും അതിൽ നിന്ന് കിട്ടുന്ന ചികിത്സയുമാണ്. അത് കിട്ടണ്ടേ? അതിൽ പരാജയമായിരിക്കുന്നു പാലക്കാട് എന്നുള്ളതാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ആരോഗ്യരംഗത്ത് നമ്മൾക്ക് ഈ 2 മേഖലകളായിട്ടുള്ളതിൽ ചികിത്സാ മേഖലയിൽ നമുക്ക് പോരായ്മകൾ ഉണ്ടായിരിക്കുന്നു. അത് മാറണം. ജില്ലാ ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ അവിടെ ജില്ലാ ആശുപത്രിയിൽ പോയാൽ ഇപ്പോൾ ഓൺലൈനിൽ കൂടെ വരെ OP ടിക്കറ്റ് എടുക്കാം, ഇല്ലെന്നൊന്നും പറയുന്നില്ല, അത് നല്ല കാര്യങ്ങൾ തന്നെ. പക്ഷേ അവിടുത്തെ തിരക്കെന്താണെന്ന് അറിയാം. OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയാൽ തിക്കും തിരക്കുമായിട്ട് പല കടകളിൽ ഫ്രീ ആയിട്ട് എന്തോ കൊടുക്കുന്ന സമയത്ത് ഇത് ഉണ്ടാകുന്ന തിരക്ക് പോലെ തിരക്ക് അനുഭവപ്പെടുന്നു.
അതൊക്കെ ഒന്ന് മാറുന്ന സംവിധാനം ഉണ്ടാകണം. അത് കുറേ കൂടി ശാന്തമായ ഒരു അന്തരീക്ഷം ആശുപത്രിയിൽ ഉണ്ടാവണ്ടേ. അവിടെ ബഹളം, തിരക്ക് എന്നിട്ടാണ് OP ടിക്കറ്റ് എടുക്കുന്നത്. അതിൽ തന്നെ 1-2 പേരുണ്ടാവാം, അത് കമ്പ്യൂട്ടർ വർക്ക് ചെയ്തില്ല പറയും. അങ്ങനത്തെയുള്ള കാര്യങ്ങളിലൊക്കെ, ടെക്നോളജിയുടെ കാര്യത്തിലൊക്കെ അത് കുറേ കൂടി മുന്നോട്ട് നമ്മൾ പോയേ മതിയാകൂ. ആരോഗ്യരംഗം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ രോഗമില്ലാത്ത അവസ്ഥയായിരിക്കണം. ആ രോഗമില്ലാത്ത അവസ്ഥയെത്താൻ തീർച്ചയായിട്ടും ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. കൂട്ടത്തിൽ നമ്മുടെ മേഖലയിലുള്ള ആളുകൾ, ഡോക്ടർമാരായിരിക്കും, പക്ഷെ അവരൊക്കെ നല്ല സേവനം ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല കേട്ടോ. കാരണം ഈയിടെ അവിടുത്തെ ഒരു ആശുപത്രിയിലെ ഒരു ഉപകരണം എലി കടിച്ചിട്ട് കേടുവന്നു. ലക്ഷക്കണക്കിന് വിലയുള്ളതാണ്, പത്രത്തിലൊക്കെ വന്നതാണ്. ഡോക്ടർമാർ ഒരു ദിവസത്തെ വേതനം കൊടുത്തിട്ടാണ് അത് നേരാക്കിയതെന്ന്. ഡോക്ടർമാർ അവിടുത്തെ ഒരു ദിവസത്തെ വേതനം അവർ സംഭാവന ചെയ്തു. അതൊക്കെ തീർച്ചയായിട്ടും ആ മേഖലയിലുള്ള ജീവനക്കാരുടെ അതിനോടുള്ള കമ്മിറ്റ്മെൻ്റാണ് കാണിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഉണ്ടാവണം. പണ്ട് നമുക്ക് സർക്കാർ ആശുപത്രി പോകാൻ, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ ഞാൻ പറയാറുണ്ട്, അമ്മയും അല്ലെങ്കിൽ അച്ഛനോ പറഞ്ഞു, അപ്പോൾ അവിടെ പോയാൽ കുട്ടി വേദനിക്കും, അതുകൊണ്ട് നമുക്ക് വേറെ ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറയും. എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണ്. കാരണം എന്താണ്, സർക്കാർ ആശുപത്രിയിൽ ഒരു ദയാപൂർണമായ പരിചരണം ലഭിക്കില്ല എന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പം അതല്ല. തീർച്ചയായിട്ടും ദയാപൂർണമായ പരിചരണം ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷെ അവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടുന്ന സാഹചര്യങ്ങളോ അവിടെ പരാജയപ്പെടുന്നു നമ്മൾ. അതിലാണ് ആരോഗ്യരംഗം നമുക്ക് മോശമായി പോയത്. അതെ, ആരോഗ്യ മേഖല ICU എന്ന വാക്ക് അതൊരു മാധ്യമങ്ങളുടെ ഒരു സവിശേഷമായ അലങ്കാര പ്രയോഗമോ ഉപമയോ ഒക്കെ ആയിട്ട് തെറിച്ചു നിൽക്കുന്ന ഒരു വാക്കാണ്. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ശ്രീ